എനിക്ക് ധ്യാനിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനഭാഗമുണ്ട്. അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോ. ഞാൻ കർത്താവിനോട് ചെയ്യും, കർത്താവ് നിനക്ക് ഉറങ്ങാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? അലറി വിളിക്കുകയാണ് കടല്. അതിൻ്റെ നടുക്ക് ഏറ്റവും പേടിത്തൊണ്ടന്മാരായ 4 ആശാന്മാരെയാണ് കൂടെ കൂട്ടിരിക്കുന്നത്, നമ്മുടെ പത്രോസും പാർട്ടി. എന്നിട്ട് കർത്താവ് അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുക. അമരത്ത് ആൾക്കാരിരുന്ന് തുഴയേണ്ടതാണ്, അവിടെ തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങാൻ കർത്താവെ നിനക്കല്ലാതെ ആർക്ക് സാധിക്കും? ഈ നേതൃ ശുശ്രൂഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ ദൗത്യം എന്താണെന്ന് കൃത്യം അത് പറയും. കടൽ എന്നും അലറി വിളിക്കുകയാണ്. നമ്മൾ ശാന്തമാണെന്നൊക്കെ എന്നും പറഞ്ഞോണം, എന്നാൽ വെള്ളം ഇറക്കാതെ വേണം, അങ്ങോട്ട് പകുതിയാകുമ്പം ഇത് അലറി വിളിക്കാൻ തുടങ്ങും. അലറി വിളിക്കുകയാണ് കടല്. തോണിയിലിരിക്കുന്നവരും പരിഭ്രാന്തരാണ്. പക്ഷേ അമരത്ത് വലിയ പ്രത്യാശയോടെയും ശാന്തതയോടെയും തലയണ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു മനോധൈര്യം, ആ ജനത്തിന് മുഴുവൻ ശാന്തതയും പ്രത്യാശയും കൊടുക്കുന്ന ഒരു നിലപാട്, അതൊക്കെയാണ് മേലധ്യക്ഷന്മാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നതും ദൈവം പ്രതീക്ഷിക്കുന്നതെന്നും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊന്നും മാനുഷികമായ ഒരു കഴിവിൽ നടക്കുന്ന ഒരു കാര്യമല്ല.